രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു കയ്യിലെ പാവയായി മാറിയോ അതിജീവിതയുടെ ഭർത്താവ് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചില ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് കംപ്ലയിൻറ്റ് പോയിരിക്കുന്നത്. നിനക്ക് എന്തൊക്കെയോ ഹിഡൻ അജൻഡാസ് ഉണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് ഓപ്പണായിട്ടാണ് നിന്നെ, അപ്പോൾ അതിനെന്നെ കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ പരാതിക്ക് ഇവൻ കൊടുത്ത പരാതി ഡ്രാഫ്റ്റ് ചെയ്ത സ്റ്റൈല് കാണുമ്പോൾ തന്നെ എനിക്കിതിൻ്റെ മറുവശവും അറിയാവുന്നതാണ്. ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നിരിക്കുമ്പോൾ ഇവർ തമ്മിൽ അവനിടയ്ക്ക് വന്നും പോയി നിൽക്കുകയായിരുന്നു, അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ കഴിയുന്നതിനിടയിൽ മറ്റോ വന്നിട്ട് കുടുംബത്തിൽ കയറി ഇടപെട്ടു എന്ന് പറയുമ്പം ഈ പെൺകുട്ടിയെ കുറ്റവാളിയാക്കിയിട്ട് മാറ്റുക. തീർച്ചയായിട്ടും ആളുകളുടെ മുമ്പിൽ വെള്ള പൂശാനുള്ള ഒരു സാധനമാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവൻ മുഖം മറയ്ക്കാതെ ഇന്റർവ്യൂ നടത്തുന്നതോടുകൂടി ആ കുട്ടി എക്സ്പോസ് ചെയ്യപ്പെടില്ല. ഒന്ന് ഒരിക്കൽ കൂടി നിലപാട് വേണം. ഇവൻ പൂവമ്പഴം കൊണ്ട് കടുത്തിറക്കുക ചെയ്യുന്നത്. ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് ആ മെയിലിന് അയച്ചതിന് പിന്നിൽ. ആ ക്രിമിനൽ ഗൂഢാലോചനയിലേക്കാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇതിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ടീം പോകേണ്ടത്. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, അതിജീവിതയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം DGPക്ക് ഒരു മെയിലിൽ ഒരു പരാതി അയക്കുകയും അത് വലിയ വാർത്തയാവുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും ഈ അതിജീവിതയുടെ ഭർത്താവ് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു ഗൂഢാലോചന നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു കയ്യിലെ പാവയായി മാറിയോ അതിജീവിതയുടെ ഭർത്താവ് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? ആദ്യം ഈ അതിജീവിതയുടെ ഭർത്താവിനെ ട്രേസ് ചെയ്യുന്ന ആൾ ഞാനാണ്. കേരളത്തിനകത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും കണ്ടെത്തുന്നതിന് മുമ്പ് ഇയാളെ കണ്ടെത്തുകയും ആളോട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിജീവിത പരാതി കൊടുക്കുന്നതിന് മുമ്പേ ഞാനൊരു വീഡിയോ സ്റ്റോറി ചെയ്യുകയും ചെയ്തു എൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിന്. അതറിയാമല്ലോ. അപ്പോൾ ആ അതിജീവിതയുടെ ഭർത്താവിലേക്ക് ഞാൻ എത്തുന്നെന്ന് പറഞ്ഞാൽ അതിജീവിതയുടെ ഭർത്താവിൻ്റെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ട് ഞാൻ അവിടുത്തെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്യുന്നു. CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്തിട്ട് DYFയുടെ അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറിയെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രദേശം അറിയുന്നു. സന്ദീപ് വാര്യരുമായിട്ട് സംസാരിക്കുന്നു. BJP നേതാവ് സന്ദീപ് വാര്യർ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് തരുന്നു. ഇയാളുടെ നമ്പർ പുള്ളോട്ട് ചെയ്യുന്നു. ഇയാളുമായിട്ട് സംസാരിക്കുന്നു. മണിക്കൂറുകളോളം സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫസ്റ്റ് സ്റ്റോറി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പുറത്തുനിന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അതിജീവിതയെ വീണ്ടും ഇവൻ രാഹുൽ കെണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് അങ്ങനെ നിർത്തുകയാണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ കുട്ടി കെണിയിലേക്കാണ് പോകുന്നത്. ഹീ ഈസ് നോട്ട് ഗോയിങ് ടു മാരി ഹെർ എന്നുള്ള രീതിയിൽ ഞാൻ അവളെ വെറുതെ ഇതേപോലെ അവൻ കെട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഓഫർ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ കെണി പൊട്ടിച്ച കൊച്ചു പുറത്തേക്ക് വരണം എന്നുള്ള സതുദ്ദേശത്തോടു കൂട്ടി ഞാൻ സ്റ്റോറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിജീവിത രംഗത്ത് വരുന്നു, അതിജീവിതയുടെ വോയിസ് ക്ലിപ്പ് വരുന്നു, കാര്യങ്ങൾ വരുന്നു, ഒക്കെ കൂടെ വരുന്നു, കേസാവുന്നു, പരാതി കൊടുക്കുന്നു, സംഭവങ്ങൾ നടക്കുന്നു. പിന്നീട് ഞാൻ ഈ പയ്യനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു പണി കഴിഞ്ഞു, അതിൻ്റെ പടിക്ക് നടക്കുന്നുണ്ടൊക്കെയുണ്ട്. അപ്പോൾ കുറേ 2 ദിവസം മുമ്പാണ് പിന്നീട് അതിജീവിതയുടെ ഭർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വാട്സപ്പിൽ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് ഉണ്ട്, ചേട്ടാ ഞാൻ DGPക്കും CMനും പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് നേരം ദീർഘനേരം സംസാരിച്ചു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ ഡിസ്കസ് ചെയ്തു. ഞാനപ്പോൾ അവൻ്റെ മാനസിക പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു. കേട്ടതിനകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾക്കകത്ത് എറർ തോന്നി. പക്ഷേ പിന്നീട് ആ പരാതി എനിക്ക് കോപ്പി തരുന്നു. ഞാനത് രാത്രി അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് 10-11 മണിയാകുമ്പോഴാണ് മാധ്യമങ്ങളെല്ലാം അത് എയർ ചെയ്യുമ്പോഴാണ് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാനത് എറിയാൻ കരുതിയില്ലായിരുന്നു അപ്പോഴത്തെ സമയത്ത്. പക്ഷേ ഇത് പിന്നീട് വാർത്തയാവുന്നു, സംഭവങ്ങൾ വരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് മെയിലിനകത്തെ കണ്ടന്റിനകത്ത് ഞാൻ ചില കാര്യങ്ങളിൽ ഡിസഗ്രി ചെയ്തായിരുന്നു. കാരണം അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചില ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് കംപ്ലയിൻറ്റ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ കരുതി ഓക്കെ, സ്വാഭാവികമായിട്ടും ഇപ്പം പറയുന്നതിനകത്ത് സത്യം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്കൂട്ടുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഒറ്റ മോനാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ളതുണ്ട്. അവൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ച പ്രശ്നമുണ്ട്. അവൻ പറഞ്ഞ 10-15 ലക്ഷം രൂപ കല്യാണത്തിന് മുടങ്ങി 10,000 പേരെ വിളിച്ചു. ഗുരുവായൂരിൽ മാലയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സൽക്കാരത്തിന് എല്ലാവരെയും വിളിച്ചു. അവരുടെ വീട്ടിലും ആണെങ്കിലും മന്ത്രിമാരൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് BJP അനുകൂല രാഷ്ട്രീയ നിലപാടുള്ളതാണ്. ഇതിൻ്റെ ഒരു പോഷക സംഘടനയുടെ ജില്ലാ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ ഞാൻ സുദീർഘമായിട്ട് പിന്നെ അടുത്ത ദിവസം സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് എന്നോട് പറഞ്ഞ് CMനെ കാണണം, ഓപ്പോസിഷൻ ലീഡറെ കാണണം, രമേശ് ചെന്നിത്തലയെ കാണണം, ബാക്കിയുള്ള ആൾക്കാരെ ലീഡേഴ്സിനെ കാണണം, BJPയുടെ പല ലീഡേഴ്സും ഇടയ്ക്ക് എത്തിയിട്ടില്ല, അവരെ അടുത്ത് കോൺടാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ വേണ്ടതെല്ലാം ചെയ്യാം. BJPയുടെയോ ഇടതുമുന്നണിയുടെയോ UDFൻ്റെയോ ഏത് ലീഡേഴ്സുമായിട്ടും കണ്ടിട്ട് ആവലാതി പറയാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം, അതിനൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്നോട് പറഞ്ഞു, എൻ്റെ ഈ മുഖം മറച്ചിടേണ്ട ആവശ്യം എന്തിനാ? ഞാനല്ലല്ലോ അതിജീവിത, എൻ്റെ മുഖം മറയ്ക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം എൻ്റെ മുഖം ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ ഓപ്പണായിട്ട് ഇൻ്റർവ്യൂ നടത്താൻ പറ്റും, വിസിബിളായിട്ട് നടത്താൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു വക്കീലിനോട് ചോദിക്കാം. അപ്പോൾ വക്കീൽ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം, പിന്നെ നീ വേറെ എവിടെയും ചെയ്യണ്ട, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നാണ് വരാൻ പറഞ്ഞത്. CBയോടും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് ഇൻ്റർവ്യൂ നടത്താം എന്ന് പറഞ്ഞു. അല്ല ഇന്നലെയല്ല, ഞാൻ CBയോട് പറഞ്ഞു ഇന്നലെ വന്നിട്ട് ഇവിടെ ഇൻ്റർവ്യൂ നടത്താം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ ഇരുന്നു ഇവൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നല്ല ഉറക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചു നോക്കുമ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. എന്നോട് പറഞ്ഞു ഞാൻ പ്രസ് ക്ലബിൻ്റെ അവിടെ ചേട്ടാ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് പത്രസമ്മേളനമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പത്രസമ്മേളനം നടത്താൻ ആണോ വന്നേ? അല്ല അങ്ങനെ നടത്തിയതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്കിരിക്കാം, ചേട്ടൻ എവിടെയാണ് ഉള്ളത്, ഞാൻ അങ്ങോട്ട് വരാം, സ്റ്റുഡിയോയിലോട്ട് വരാം.
ഞാൻ പറഞ്ഞു, നീ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വരുന്ന. നീ അവിടെ നിന്ന് വന്നപ്പോൾ എന്തെങ്കിലും പത്രസമ്മേളനം പറയായിരുന്നെന്ന് ചോദിച്ചു. അല്ല, അതിപ്പോൾ എന്താ ചേട്ടാ, ഞാൻ പത്രസമ്മേളനത്തിൽ കാര്യം പറയുന്നത്, ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. കാരണം നീ പോകുന്ന വഴിക്ക് പോവുക, ഞാൻ ഉദ്ദേശിച്ച ആളല്ല നീ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി ഇല്ല. ട്രാൻസ്പെറൻസി ഇല്ലാത്തടത്ത് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തായിരുന്നാലും ഞാനിതിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം നിനക്ക് എന്തൊക്കെയോ ഹിഡൻ അജൻഡാസ് ഉണ്ട്. ഞാൻ നിൻ്റെ അടുത്ത് ഓപ്പണായിട്ടാണ് നിന്നെ, അപ്പോൾ അതിനെന്നെ കിട്ടത്തില്ല എന്നുള്ളത് എനിക്ക് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ പരാതിക്ക് ഇവൻ കൊടുത്ത പരാതി ഡ്രാഫ്റ്റ് ചെയ്ത സ്റ്റൈല് കാണുമ്പോൾ തന്നെ എനിക്കിതിൻ്റെ മറുവശവും അറിയാവുന്നതാണ്. മറുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഇതിനകത്ത് സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നിരിക്കുമ്പോൾ, ഇവർ തമ്മിൽ അവനിടയ്ക്ക് വന്നും പോയി നിൽക്കുകയായിരുന്നു, അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടെ കഴിയുന്നതിനിടയിൽ മറ്റോ വന്നിട്ട് കുടുംബത്തിൽ കയറി ഇടപെട്ടു എന്ന് പറയുമ്പം ഈ പെൺകുട്ടിയെ കുറ്റവാളിയാക്കിയിട്ട് മാറ്റുക, ഭർത്താവിനെ അതിനാണ് അവൻ ശ്രമിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയുന്നു എന്ന വ്യാജേന, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തുന്നു എന്ന വ്യാജേന, രാഹുൽ മാങ്കൂട്ടത്തിനെ ആളുകളുടെ മുമ്പിൽ വെള്ള പൂശാനുള്ള ഒരു സാധനമാണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ആ ബന്ധം ഉണ്ടെങ്കിൽ ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ കുട്ടിയല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത്? ചോദ്യം നമ്പർ 1. അവനിടയ്ക്ക് വരികയും അവർ തമ്മിൽ ബന്ധത്തിൽ ഏർപ്പെടുകയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കുട്ടിയല്ല എന്ന് അവൻ ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവനും അവളും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലെന്നാ. അതായത് അവൾ ഗർഭിണിയായാൽ അത് എൻ്റെ ഗർഭമല്ല എന്ന് അവൻ ഉറപ്പിച്ച് പറയാൻ പറ്റും. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അത്. ഇല്ലെങ്കിൽ അവനെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുക? എൻ്റെതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ DNA പരിശോധന നടത്തിയിട്ടില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. രാഹുലിൻ്റെ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയില്ലല്ലോ. രാഹുലിൻ്റെ ആണെന്ന് അവൻ ഉറപ്പിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, കാരണം ഇവനുമായിട്ട് ഇൻ്റർകോഴ്സ് ഇല്ല എന്നുള്ളത് തെളിഞ്ഞല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ വേർഷൻ കറക്റ്റാണ്. ആ കുട്ടിയുടെ വേർഷൻ, ഞാൻ ഇതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതൊന്നും എനിക്ക് നേരത്തെ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ നമ്മളെന്ന് വെച്ചാൽ ഒരു മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരാളെ അയാളുടെ പൗരുഷം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, ലൈംഗിക ശേഷി പോലും ചോദ്യം ചെയ്യപ്പെടുന്നതിനകത്ത് അവന് മാനസിക വ്യഥ അനുഭവിക്കുമ്പം അതിനകത്ത് കാരണം ഉള്ള മാനസികമായ ആഭിമുഖ്യം അവനോട് എനിക്കുണ്ടായിരുന്നു. സങ്കടപ്പെട്ട് നിൽക്കുന്നു. കാരണം അച്ഛനും അമ്മയും ഉള്ളൂ, പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രയാസം വരുന്നു എന്നുള്ളതൊക്കെ. മുഖം മറയ്ക്കാതെ ഇൻ്റർവ്യൂ നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ളത് ഞാൻ പിന്നീടാണ് ചിന്തിക്കുന്നത്. ആലോചിച്ച് നോക്ക്, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക. ഇവൻ മുഖം മറയ്ക്കാതെ ഇൻ്റർവ്യൂ നടത്തുന്നതോടുകൂടി ആ കുട്ടി എക്സ്പോസ് ചെയ്യപ്പെടുകയല്ലേ ഒന്ന് ഒരിക്കൽ കൂടി. മറ്റവന്മാർ ഫോട്ടോ ഇട്ട് കളിച്ചതിനേക്കാളും വലിയ വൃത്തികളല്ലേ വരുന്നത്, വീഡിയോയ്ക്കകത്തല്ലേ. ആ ഫോട്ടോയിൽ അവ്യക്തമായി കല്യാണത്തിലാകുമ്പോൾ കുറേ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളെ അത്ര ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. ആ കുട്ടിയുടെ നാട്ടുകാരുടെ ഇടയിലും ബാക്കിയുള്ളവരുടെ ഇടയിലും അറിയുന്ന ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ ഇന്ന ആളാണെന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവൻ മുഖം മറയ്ക്കാതെ ഇൻ്റർവ്യൂ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലുള്ള കുരുട്ടുബുദ്ധി അതാലോചിച്ച് നോക്കണം. എനിക്ക് കിട്ടിയ വിവരപ്രകാരം ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചാണോ ഒക്കെ ആണെങ്കിലും ആദ്യ രാത്രി തന്നെ പ്രശ്നം ഉണ്ടായി. ഇവർ വേറെ വേറെയാണ് കിടന്നത്. ഓക്കെ, ആദ്യ രാത്രി തന്നെ. 3-ാമത്തെ ദിവസം ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അതിൻ്റെ പേരിൽ അവനെ ഹരാസ് ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും നിനക്ക് അവളെ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ചേർത്ത് പിടിക്കുക. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെങ്കിൽ മറ്റവനായിട്ടുള്ള കേസ് അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഇവന് ഈ പൈസയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. എൻ്റെ കുറേ പൈസ പോയി, എൻ്റെ കുറേ ജീവിതം പോയതിനെ കുറിച്ച് ചിന്തിക്കാതെ പൈസ നാളെ ഉണ്ടാക്കാം. പൈസയാണോ പ്രധാനം ഏറ്റവും ജീവിതത്തിൽ? അങ്ങനെ കിടത്തിപ്പോലും എൻ്റെ ഇത്രയും പൈസ പോയി, 3000 പേരെ വിളിച്ചിട്ട് കല്യാണം നടത്തിയ ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോഴും പൈസയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് ആ പെൺകുട്ടി മാറിപ്പോയെങ്കിൽ ആ പെൺകുട്ടി പോയത് നന്നായി. ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പോലും പൈസയ്ക്കുള്ള ടൂളായിട്ട് യൂസ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെയുള്ള മനോഗതിയിൽ കാര്യങ്ങളെ കാണുന്ന ഒരാൾ, അതാലോചിക്കണ്ടേ? മാത്രമല്ല, എനിക്കിന്ന് ഏറ്റവും കൂടുതൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നു എന്ന വ്യാജേന അതിജീവിതയുടെ ഭർത്താവ് എന്നുള്ള ലേബലിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് രക്ഷപ്പെടാൻ വേണ്ട ലൂപ്പുകൾ ഒരുക്കി കൊടുക്കുകയും അയാളുടെ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള ടൂളായിട്ട്, അതായത് ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്. ഇത് വളരെ പ്ലാൻഡാണ്. ഇത് വളരെ ക്രൂക്കലായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അതിനകത്ത് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടീമാണോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവർ അന്തർധാര സജീവമാണെന്നുള്ളത് ഞാൻ പാലക്കാട് ജില്ലയിലെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചത് ഈ വിഷയം ഇന്ന്. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കയറുന്നത്. 3 കൂട്ടർക്കും ബലമായ സംശയം ഈ കാര്യത്തിനകത്താണ്. അവൻ്റെ സ്വന്തം പാർട്ടിക്കാർക്കും ഉണ്ട്, എല്ലാവർക്കും ഈ കാര്യത്തിനകത്ത് സംശയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് തന്നെ, എൻ്റെ കുട്ടിയല്ല എന്നവൻ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അവർ തമ്മിൽ ബന്ധമില്ല. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് കറക്റ്റായി. ആദ്യത്തെ 3-4 ദിവസത്തിന് ശേഷം തന്നെ ഞങ്ങളുടെ ഇടയിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുമ്പം അവർ തമ്മിൽ പിന്നീട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ല, ഭാര്യ-ഭർത്തൃ ബന്ധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ ഗർഭിണിയായെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല, എൻ്റേതല്ല, അത് വേറെ ആരോതാണ്, രാഹുൽ ഓർ X or Y, അതങ്ങനെയാണ് എന്ന്, രാഹുലിൻ്റെതാണ് എന്നിവൻ ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവർ ബന്ധമില്ല എന്നുള്ളത് തെളിഞ്ഞു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജനറലൈസ് ചെയ്തിട്ട് രക്ഷപ്പെടുന്നതും ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ കുഴപ്പം എന്താ? ഇവിടെ എത്രയോ പേർക്ക് ഇല്ലീഗലായിട്ടുള്ള അഫെയറുകൾ ഉണ്ടാവുന്നു. കല്യാണം കഴിഞ്ഞ പുരുഷന് വേറെ പെണ്ണുമായിട്ടും കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് വേറെ പുരുഷനുമായിട്ടും ഒക്കെ ബന്ധം ഉണ്ടാവുന്നു. ഒരേ സമയം 2 പേരുമായിട്ട് ബന്ധമുള്ളവരുണ്ടാവുന്നു, ഒക്കെ ഉണ്ടാവുന്നു. അതൊന്നും നമ്മുടെ കൺസേൺ അല്ലല്ലോ.
ഇത് ഇമാതിരി ഒരു സെക്ഷൽ പെർവേർട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എവിടെ കണ്ടാലും ഒരു തുണിക്കടയിലെ ഡമ്മി കണ്ടാലും അതിനെ റേപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ തുണി വലിച്ചു കീറാൻ പറ്റുമോ? ആൾക്കാരെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ തുണിക്കടക്കാരൻ്റെ കണ്ണും തെറ്റി CCTV ഇല്ലാത്തതാണെങ്കിൽ അവൻ ഡമ്മിയുടെ തുണി വലിച്ചു കീറി തുണി വലിച്ചു കീറുന്നതിൽ അവൻ ഏറ്റവും വലിയ വിനോദം. അങ്ങനെയുള്ള ഒരാളെ ന്യായീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും അവന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരാൾ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡുള്ള ആളാണ്. അവിടെ നിന്ന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടു, അവൾ കല്യാണം കഴിക്കാതെ അങ്ങനെ നിന്നാൽ മതി എന്നേ. കാരണം നിലപാട് വേണം. ഇപ്പം പൂവമ്പഴം കൊണ്ട് കടുത്തിറക്കുക ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഇതൊക്കെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന് ഇന്റർവ്യൂ നടത്താനിരുന്ന ആള് ഈ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ കാണാനൊക്കെ ഉള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കോൺഗ്രസിൻ്റെയോ BJPയുടെയോ ലീഗിൻ്റെയോ CPMൻ്റെയോ CPIയുടെ ഏത് നേതാക്കന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഞാൻ മേടിച്ചു തരാം. നമുക്ക് പോയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോ, നിനക്ക് ബാക്കിയുള്ള സാമൂഹിക പ്രവർത്തകരെ കാണണോ, അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞ പല സമയത്ത് പലരെ കാണണമെന്ന് പറഞ്ഞു, അതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആൾ എന്നോട് പറയാതെ ഇങ്ങോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ വരുന്നത്, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ പോലെ ഞാനും കൂടെ കംഫർട്ടബിൾ ആവണ്ടേ, ഇത് എല്ലാം എന്തായാലും ഞാൻ വരിക. അപ്പോഴും ഈ പത്രസമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. മാത്രമല്ല ഇതൊരു സില്ലി പോയിസണാണ്. മാത്രമല്ല എനിക്ക് ഈ മെയിൽ കിട്ടി, ആദ്യം മെയിൽ കിട്ടിയിട്ട് ഞാനിത് പുറത്ത് വിടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മെയിലിനകത്ത് എനിക്ക് ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത രീതി, കാരണം ഇവൻ്റെ കൊച്ചു കുഞ്ഞൊന്നുമല്ല. ആ മെയിലിൻ്റെ കണ്ടന്റ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം തോന്നി. ഞാൻ അവനോട് പറഞ്ഞതാണ് അത്. അതിൻ്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് ആ മെയിലിന് അയച്ചതിന് പിന്നിൽ. ആ ക്രിമിനൽ ഗൂഢാലോചനയിലേക്കാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇതിൻ്റെ പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ടീം പോകേണ്ടത്. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഡീൽ നടന്നുള്ളതും ആരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പോകേണ്ടത്. DGP മുഖ്യമന്ത്രിയൊന്നും പൊട്ടന്മാരായിട്ടൊന്നും അല്ല. പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ വിളവ് കണ്ടതാണ് DGPയും പിന്നെ CM ഒക്കെ. അവർക്ക് പിന്നെ മെയിൽ അയച്ചിട്ട് ഇത് ഒരാഴ്ചയായിട്ട് മറുപടി തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് അണ്ടർ ഒബ്സർവേഷൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് കേരള പോലീസിന് ബുദ്ധിയില്ലാത്തവരാ, മുഖ്യമന്ത്രിക്ക് എന്താ ബുദ്ധിയില്ലേ? പിന്നെ ഇന്ന് പറഞ്ഞ് സമ്മതിച്ചൊരു കാര്യം ആലോചിക്കും. രാഹുൽ ഈശ്വറുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു സമ്മതിച്ചല്ലോ. ആരാ രാഹുൽ ഈശ്വർ? ഞാൻ മാനസിക സമ്മർദ്ദത്തിലായപ്പോൾ രാഹുൽ ഈശ്വർ എനിക്കൊരു ആശ്വാസമായിരുന്നു. അതായത് മറ്റുള്ള മാനസിക സമ്മർദ്ദത്തിലും രാഹുൽ ഈശ്വറായിരുന്നു. രാഹുൽ ഈശ്വറിന് ഡോക്ടറേറ്റ് കൊടുക്കണം, ഓണററി ആയിട്ട്. മെഡിക്കൽ ഡോക്ടറേറ്റ് കൊടുക്കണ്ടേ, മറ്റേ ഡീലിറ്റൊന്നും അല്ല കൊടുക്കണ്ടേ. കാരണം എല്ലായിടത്തെയും മാനസിക സമ്മർദ്ദങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച, എല്ലാവർക്കും സമീപിക്കാവുന്ന, അതും ഫ്രീ കൺസൾട്ടൻറ്റ് ഫീസ് പോലും മേടിക്കാതെ കൺസൾട്ട് ചെയ്യുന്ന ഒരാളായിട്ട്. ഒരേ സമയം ഒരു ബലാത്സംഗ കേസിലെ ഇരയുടെ ഭർത്താവിനും ബലാത്സംഗം ചെയ്ത ആൾക്കും ഒരേ സമയം പ്രതിക്കും, രണ്ടുപേർക്കും ഒരേ സമയം അവരെ മാനസിക സമ്മർദ്ദത്തിൽ പിന്നെ അവർ പാരസിറ്റാമോൾ കഴിച്ച് കിടക്കുമ്പം അവരെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന, താലോലിക്കുന്ന, ഇത്രയും വിശാല ഹൃദയനായ, ഇത്രയും ഫ്രീ ഓഫ് കോസ്റ്റിൽ കൺസൾട്ട് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് രാഹുൽ ഈശ്വർ. ഇവൻ അറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വറും തമ്മിലുള്ള ബന്ധം. രാഹുൽ ഈശ്വരൻ്റെ പണി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ വെള്ളപ്പൂച്ചലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ഇവൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അതിജീവിതകൾക്കും ഈ വിഷയ രംഗത്ത് കൊണ്ടിട്ടുള്ള റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടിക്കും എതിരെ തനി തോന്നിയാസം പ്ലാറ്റ്ഫോമിലിരുന്ന് വിളിച്ചു പറഞ്ഞ ഒരുത്തനുമായിട്ട് ഇവനെങ്ങനെ ബന്ധം ഉണ്ടാവുന്നത്? ഇവനെങ്ങനെ അയാളെ ട്രസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവൻ്റെ അടുത്ത് നാളെ ഷാഫി ചെന്നാലും ഈ പറയുന്ന ഫെനി നയനാൻ ചെന്നാലും ഇവർക്ക് ഗുളിക വാങ്ങി കൊടുത്ത ആൾക്കാർ ഒക്കെ ചെന്ന് കഴിഞ്ഞാലും അവരെല്ലാം ഉപദേശം സ്വീകരിക്കുന്നുള്ളതല്ലേ? അപ്പോൾ എത്ര വലിയ ക്രൂരമായ മനസ്ഥിതി കടമയാണ്. ഇവൻ ഇരയല്ല, ഇവരെ അതിജീവിതൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നിലും വിശേഷിപ്പിക്കുന്നത്. ആ പെൺകുട്ടി ഇത്ര ട്രോമയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ സാഹചര്യത്തിനകത്ത് ഒരു പങ്ക് വഹിച്ച ആളാണ്. അപ്പോൾ അത് മാത്രമല്ല, മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ നടത്തുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടോ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടോ അല്ല ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. ശരിക്കും അവന് ബുദ്ധിയില്ല. ആദ്യം തന്നെ കാര്യം മനസ്സിലായില്ലേ? അച്ഛൻ തട്ടുംപുറത്തില്ല എന്ന് പറഞ്ഞ പോലെയാ. ഇവർ പറഞ്ഞിട്ടല്ല ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്, അവർക്ക് വേണ്ടിയിട്ടല്ല പത്രസമ്മേളനം നടത്തുന്നത് പറയുമ്പോൾ ഇവൻ എന്തോ ഭ്രാന്തുണ്ടോ? എനിക്ക് നാളെയോ മറ്റന്നാളെ കണ്ടാണ് മറ്റേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഞാൻ ഈ പയ്യനെ വിശ്വസിച്ചു, പക്ഷേ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു, അണ്ടർ ഒബ്സർവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം DGPക്ക് പരാതി കൊടുത്ത് മിനിറ്റുകൾക്കകം മെയിൽ അയച്ച ഉടനെ തന്നെ എന്നെ അറിയിക്കുന്നു, എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. കേരളത്തിലെ ഒരു മാധ്യമങ്ങളോ വിവരം അറിഞ്ഞില്ല, ഒരു മെയിൻ സ്ട്രീം മീഡിയ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോപ്പി എനിക്ക് കിട്ടുന്നു, കോപ്പി കിട്ടുമ്പോഴും ആരും അറിഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ TV-ക്കകത്തെല്ലാം വരുന്നു. അത് വന്നപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാം, ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്കിതിൻ്റെ ചാമ്പ്യൻ ആവാം. കേരളത്തിൽ ഈ സാധനം ആദ്യം ബ്രേക്ക് ചെയ്തത് ഞാനാണെന്നുള്ളത് വരുത്താം. അപ്പോൾ എനിക്ക് ഈ സംശയം കൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ച സാധനമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകരുടെ സാമാന്യ ബുദ്ധിയെ വരെ ചോദ്യം ചെയ്യുകയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇവിടെയുള്ള വിഷയം ഈ ഒരൊറ്റ പെൺകുട്ടിയുടെ വിഷയമാണെന്നുണ്ടെങ്കിൽ ഓക്കെ സംഭവിച്ചു, ഒക്കേഷണലി സംഭവിച്ചു, അങ്ങനെ ചെയ്തു. എന്നാലും ഭ്രൂണഹത്യക്ക് പച്ചയ്ക്ക് ആ പെൺകുച്ച് ഓടിയതിലൂടെ നീയല്ലേ പറഞ്ഞേ
എനിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ അതിനെ എങ്ങനെ വളർത്തും? അതിനെന്ന് പറഞ്ഞാൽ എന്താ, ഈ കൊച്ചു ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത്? ഇത് കുന്തിദേവിക്ക് സൂര്യഭഗവാനിൽ നിന്ന് ഗർഭം ധരിച്ച് കർണൻ ഉണ്ടായതുപോലെയോ അല്ലെങ്കിൽ മറിയത്തിന് പിന്നെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കപ്പെട്ടതുപോലെയോ അല്ലല്ലോ. ഇവനും കൂടെ കൂടിയിട്ടുണ്ടായതല്ലേ, ഇവന് ഉത്തരവാദിത്വമില്ലേ? നീ അതിനെന്ന് പറയുമ്പോൾ അവൻ്റെ കുഞ്ഞല്ലേ? ആ ഒരു പിതൃബോധമെങ്കിലും ഇല്ലേ? ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവൻ്റെ വേറെ കാര്യം കൂടെ ആലോചിക്കാനുണ്ട്. ഇപ്പം മാങ്കുട്ടത്തിൻ്റെ വേറെ കുറേ വിഷയങ്ങൾ അന്വേഷിക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു നരബലിയുടെ സ്വഭാവമാണ്. ചില ആഭിചാര കർമ്മങ്ങളുമായിട്ട് ഇവൻ്റെ കുടുംബത്തിന് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അടുത്ത ദിവസം നമുക്ക് എത്തിക്കാം. അതിനകത്ത് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ.